മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ഒരു സീരീസിലെ 5ാമത്തെ സിനിമയിലേക്ക് X2 എക്സ്മെൻ യുണൈറ്റഡ് എന്ന സിനിമയുടെ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഓർഡറിൽ സിനിമകൾ കണ്ടുവരാൻ ശ്രദ്ധിക്കുമല്ലോ. സിനിമകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലേലിസ്റ്റ് കാർഡ്സിൽ അവൈലബിൾ ആണ്. അതേ ഓർഡറിൽ തന്നെ സിനിമകൾ കണ്ടുവരാൻ ശ്രമിക്കുക. മ്യൂട്ടൻസ് തങ്ങൾക്കിടയിൽ ജീവിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് മനുഷ്യർക്കിടയിൽ വലിയ ഭീതിയാണ് ഉണ്ടാക്കിയത്. മനുഷ്യപരിണാമത്തിന്റെ അടുത്ത ഘട്ടമാണ് മ്യൂട്ടൻസ് എന്ന് അവർ മനസ്സിലാക്കിയില്ല. പകരം മനുഷ്യവംശത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, ഈ ലോകം അവരുടേത് മാത്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമായി അവർ മ്യൂട്ടൻസിനെ കണക്കാക്കി. ഇങ്ങനെ ഒരു ഇൻട്രോയിലൂടെ തുടങ്ങുന്ന ഈ പടത്തിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ഹ്യൂമൻ രൂപത്തിലുള്ള ആ ഒരു ഷേപ്പിലുള്ള ആ ഒരു സ്ട്രക്ചറിലുള്ള യൂണിവേഴ്സ് ആണ്. ഇതിലൂടെ കാണിക്കാൻ ഉദ്ദേശിച്ചത് മാർവൽ ഇറ്റേണിറ്റിയാണ്. ഈ ഒരു യൂണിവേഴ്സിനകത്താണ്, മാർവൽ ഇറ്റേണിറ്റിക്കകത്താണ് ഈ കഥകളെല്ലാം നടക്കുന്നതെന്ന്. ആൻഡ് ഇതേ സ്ട്രക്ചറിന്റെ ബ്രെയിൻ ഫോക്കസ് ചെയ്ത് തലയിലേക്ക് ഫോക്കസ് ചെയ്ത് ഒരു സ്റ്റാർ പോലെയുള്ള ഒരു ഫോഴ്സിലേക്ക് സൂമിനാവുന്ന പോലെ കാണിച്ചിട്ടുണ്ട്. അവിടെ ഒരു പക്ഷേ ഫീനിക്സ് ഫോഴ്സിനെ ആയിരിക്കാം ഉദ്ദേശിച്ചത്. കാരണം ഈ പടത്തിൽ പല ഭാഗത്തും ഫീനിക്സ് ഫോഴ്സിനെ റെഫർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡോക്ടർ ജീൻ ഗ്രേയിലെ പുള്ളിക്കാരിക്ക് കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ ഒരു ലിബർട്ടി ഐലൻഡിലെ ഇഷ്യൂസിനൊക്കെ ശേഷം, ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം പുള്ളിക്കാരുടെ സെക്കൻഡ് പേഴ്സണാലിറ്റി പുറത്തു വരുന്നതായിട്ട് പല ഭാഗത്തും കാണിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ ഇനി US വൈറ്റ് ഹൗസ് ടൂറിന് വന്നിരിക്കുന്ന കുറേ ആളുകളെയാണ് നമുക്ക് ആദ്യം കാണിച്ചു തരുന്നത്. ഗൈഡ് അവർക്ക് വൈറ്റ് ഹൗസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. 2 മുൻ പ്രസിഡന്റ്മാരുടെ ഫോട്ടോ ഇവിടെ കാണിക്കുന്നുണ്ട്, അബ്രഹാം ലിങ്കന്റെയും ജോൺ എഫ് കെന്നഡിയുടെയും. എന്താണ് അവരുടെ പ്രത്യേകത? 2 പേരും അസാസിനേറ്റ് ചെയ്യപ്പെട്ടവരാണ്. ഇതിലൂടെ ഇപ്പോഴത്തെ പ്രസിഡന്റിനെ അസാസിനേറ്റ് ചെയ്യാൻ, കൊല്ലാൻ ഒരാൾ വരുന്നുണ്ടെന്ന് സൂചന തന്നു. തൊട്ടടുത്ത സീനിൽ തന്നെ കൊല്ലാൻ വരുന്നവനെയും കാണിക്കുന്നുണ്ട്, ഒരു മ്യൂട്ടന്റ്. ടെലിപ്പോർട്ടേഷൻ ശക്തിയുള്ള ഈ മ്യൂട്ടന്റിന്റെ പേരാണ് നൈറ്റ് ക്രോളർ. ഇവന്റെ ശരിക്കും പേര് കർട്ട് വാഗ്നർ. കർട്ടിന്റെ പവേഴ്സ് ടെലിപ്പോർട്ടേഷൻ ആയതുകൊണ്ട് തന്നെ ഗാർഡ്സിനൊന്നും അവനെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല. ടക്ക് നിമിഷ നേരം കൊണ്ട് അവൻ ടെലിപ്പോർട്ട് ചെയ്തു പോകും. ഗാർഡ്സ് മുന്നോട്ട് നോക്കുമ്പോൾ അവൻ പിന്നിലൂടെയും ഇടത്തൂടെയും വലത്തൂടെയും ഒക്കെ കയറി വരും. ഇത് ഒരാളാണോ ഒന്നിലധികം ആളുകളാണോ അറ്റാക്ക് ചെയ്യുന്നതെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. ഉടനടി പരമാവധി സോൾജേഴ്സ് പ്രസിഡന്റിന് അടുത്തിയെന്ന് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അവരുടെ പക്കലുള്ള മാക്സിമം വെപ്പൺസ് ഒക്കെ ആയിട്ട് പ്രസിഡന്റിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കർട്ട് നിമിഷ നേരം കൊണ്ട് പലയിടങ്ങളിലേക്ക് ടെലിപ്പോർട്ടായി അവിടെയുള്ള സോൾജേഴ്സിനെ എല്ലാം അടിച്ച് താഴെ വീഴ്ത്തി. ടെലിപ്പോർട്ടേഷൻ കൂടാതെ അവൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവന് നൈറ്റ് വിഷനും ഉണ്ട്. പിന്നെ അത് ആൾക്ക് വാലൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ടെയിലൊക്കെ ഉണ്ട്. പ്രസിഡന്റിനെ പിടിച്ച് അദ്ദേഹത്തിന്റെ ടേബിളിൽ കിടത്തി അവന്റെ വാല് കൊണ്ട് കത്തിയെടുത്ത് അങ്ങനെ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായി ബോധം വന്ന ഒരു സോൾജിയർ ഇവന് നേരെ ഫയർ ചെയ്തു. ബുള്ളറ്റ് ശരീരത്തിൽ ഇറങ്ങിയതും നൈറ്റ് ക്രോളർ പെട്ടെന്ന് പേടിച്ച് അവിടുന്ന് അപ്രത്യക്ഷനായി പോയി. എങ്ങോട്ടോ ടെലിപ്പോർട്ടായി പോയി, രക്ഷപ്പെട്ടുപോയി അവിടുന്ന്. അവൻ പ്രസിഡന്റിനെ കൊല്ലാൻ കൊണ്ടുവന്ന കത്തിയിൽ മ്യൂട്ടന്റ് ഫ്രീഡം നൗ എന്ന് എഴുതിയിരിക്കുന്നതും കാണാം. ഇതൊക്കെ കണ്ടിട്ട് ആരായിരിക്കും ഇതിന് പിന്നിലെന്ന് കരുതുന്നു. സ്വാഭാവികമായിട്ടും ഇറക്കിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. മഗ്നീറ്റോ ഇപ്പോൾ ജയിലിലാണ്. അയാളുടെ പവേഴ്സ് ഒന്നും അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെയും എങ്ങനെ? ഒന്നുകിൽ മഗ്നീറ്റോ അല്ലെങ്കിൽ മറ്റാരോ. ഒരു പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയ കേർട്ടൊക്കെ മഗ്നീറ്റോയുടെ കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ മഗ്നീറ്റോയെ സപ്പോർട്ട് ചെയ്യുന്ന മ്യൂട്ടന്റ് ആയിരുന്നിരിക്കാം. അവിടെ കെട്ടിയതാൽ നമ്മുടെ ലോകനെയാണ് കാണിച്ചിരുന്നത്. ആളിപ്പോൾ ആൽക്കലി ലേക്കിലെത്തിയിട്ടുണ്ട്. പ്രൊഫസർ ചാൾസ് പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഇവന്റെ പാസിനെ പറ്റി അറിയാൻ വേണ്ടിയാണ് ഈ സ്ഥലത്ത് വന്നത്. ഇവിടെ വന്നു പ്രൊഫസർ പറഞ്ഞ പോലെ മിലിറ്ററി ക്യാമ്പൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ചുറ്റുപാട് നടന്നു നോക്കിയിട്ടും ഇവന് പഴയ കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. ഇതിനു മുമ്പ് പലപ്പോഴായി പല സാഹചര്യങ്ങളിൽ അവന്റെ ഓർമ്മകൾ ട്രിഗർ ആയിട്ടുണ്ട്. അതിലേക്കൊന്നും അവൻ ഇപ്പോൾ പോകാൻ സാധിക്കുന്നില്ല. ഒരു തരത്തിലുള്ള മെമ്മറിയും ട്രിഗർ ആവുന്നില്ല. കട്ടിയതാൽ നമ്മുടെ പ്രൊഫസർ എക്സിന്റെ സ്കൂളിലെ കുട്ടികളെയൊക്കെ ഇപ്പോൾ ഒരു മ്യൂസിയത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവരിപ്പോൾ ഇവരുടെ തന്നെ ഹിസ്റ്ററിയെ പറ്റി പഠിക്കുന്നേ ഉള്ളൂ. ലൈക്ക് എങ്ങനെയാണ് മ്യൂട്ടൻസ്, ഈ സ്പെഷ്യൽ പവേഴ്സുള്ള ഇവരൊക്കെ ക്രിയേറ്റ് ആയത്, അല്ലെങ്കിൽ ഇവരൊക്കെ ഉണ്ടായി വന്നത്, എവിടുന്നായിരുന്നു ഈ ഒരു എവല്യൂഷന്റെ തുടക്കം എന്നൊക്കെ സ്ട്രോം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. പൂർവികരായ നിയാൻഡർതാൽസ് എന്ന സ്പീഷീസും ക്രോ മാഗ്നോൺ മാൻ എന്ന സ്പീഷീസും തമ്മിൽ കൂടി കലർന്നപ്പോഴാണ് മ്യൂട്ടന്റ് എവല്യൂഷന് തുടക്കം കുറിച്ചത് എന്നാണ് റീസെന്റ് പഠനങ്ങൾ കാണിക്കുന്നത് എന്ന് സ്ട്രോം ഇവിടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പല തരത്തിലുള്ള മ്യൂട്ടൻ കുട്ടികൾ ഇവിടെയുണ്ട്. ഈ വ്യത്യസ്തമായ നാക്കുള്ള ഈ പയ്യനെ കണ്ടില്ലേ, ഇവന്റെ പേരാണ് RT. മ്യൂട്ടൻ ആണെങ്കിലും കൊച്ചു പയ്യനാണ്. അതിൻ്റെതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വികൃതിയും കാണിക്കുന്നുണ്ട്. ദെൻ ഒരു സേബർ ടൂത്ത് ക്യാറ്റിന്റെ അസ്ഥികൂടൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ പടത്തിൽ സേബർ ടൂത്തിന് എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടാണല്ലോ. ഇവിടെ പുള്ളി ഒന്ന് റെഫർ ചെയ്യുന്നുണ്ട്, പുള്ളിക്ക് ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡോക്ടർ ജീൻ ഗ്രേ ഇവിടെയുണ്ട്, സ്കോട്ട് ഇവിടെയുണ്ട്. മ്യൂട്ടൻസ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല, മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ വരുന്ന ഹ്യൂമൻസ് ഒക്കെ ഉണ്ട്. പെട്ടെന്നായിരുന്നു ജീനിന് പല ആളുകളുടെയും തോട്ട്സ് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നത്. എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അവളുടെ പവേഴ്സ് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും ചുറ്റുപാടുള്ള ആളുകളൊക്കെ പറയുന്നത്, അവരവരുടെ മനസ്സിൽ പറയുന്നത്, ചിന്തിക്കുന്നത്, ഹ്യൂമൻസിന്റെ തോട്ട്സ് എല്ലാം ഇവൾക്ക് കേൾക്കാൻ പറ്റുന്നു. പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി ജീൻ ഗ്രേ അറിയാതെ അവളുടെ പവേഴ്സ് അങ്ങ് യൂസ് ആയി. അറിയാതെ അവളുടെ പവേഴ്സ് പുറത്ത് വന്നപ്പോൾ തന്നെ മ്യൂസിയത്തിലെ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ഒക്കെ ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പടത്തിലെ പറഞ്ഞിരുന്നല്ലോ, പ്രൊഫസർ എക്സിന്റെ അത്രത്തോളം ജീൻ ഗ്രേ എത്തിയിട്ടില്ലെങ്കിലും ജീൻ ഗ്രേ പ്രൊഫസർ എക്സിനേക്കാളും പവർഫുൾ ആണ്. ചാൾസ് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവൾക്ക് ചെയ്യാൻ പറ്റും. അത് കൂടാതെ ഇവൾക്ക് മറ്റു കുറച്ച് പവേഴ്സും ഉണ്ട്. മഗ്നീറ്റോയേക്കാളും പവർഫുൾ ആണ്. ഇരുമ്പിനെ മാത്രമല്ല കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഇവൾക്ക്. ഫീനിക്സ് ഫോഴ്സ് എന്താണ്, അതിന്റെ പവേഴ്സ് എന്താണെന്നൊക്കെ കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ, കുറച്ചുകൂടെ മൂവീസ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ജീൻ ഇപ്പോൾ ഉണ്ടായി ഈ മാറ്റം മനസ്സിലാക്കി സ്കോട്ട് അഥവാ നമ്മുടെ സൈക്ലോപ്സ് അവളുടെ അടുത്ത് വന്ന് എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ, ഇല്ല ഒന്നുമില്ല, പെട്ടെന്നൊരു തലവേദന. ഈസ് ഇറ്റ് തലവേദന? അന്ന് ലിബർട്ടി ഐലൻഡിലുണ്ടായ ഇഷ്യൂസിനൊക്കെ ശേഷം നിനക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്, നിനക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. അങ്ങനെയൊന്നുമല്ല സ്കോട്ട്, ജസ്റ്റ് എൻ്റെ ടെലിപ്പതി എന്തുകൊണ്ടോ ഇങ്ങനെ ആക്ട് ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചോ, ഇവിടെ നമ്മുടെ സ്കോട്ടിന് ഇവളെ ഇഷ്ടമാണ്, ജീനും അവനെ ഇഷ്ടമാണ്. ഇതിനിടെ കയറാൻ വേണ്ടി നമ്മുടെ ലോകൻ വരും. അത് വേറൊരു സ്റ്റോറി, ഒരു ട്രയാങ്കുലർ ലവ് സ്റ്റോറി പോലെയൊക്കെ പറയാൻ വേണമെങ്കിൽ. ദെൻ മ്യൂട്ടൻ സ്റ്റുഡൻസ് ഒക്കെ മ്യൂസിയം ഫുഡ് കോർട്ടിലിരിക്കുവാണ്. അവിടെ സാധാരണ ഹ്യൂമൻസും ഉണ്ട്. ഹ്യൂമൻസിന് അറിയില്ല ഇവർ മ്യൂട്ടൻസ് ആണെന്ന്. കൂട്ടത്തിൽ ചില ബുള്ളിങ് സ്വഭാവമുള്ള ചിലവന്മാർ വന്ന് നമ്മുടെ മ്യൂട്ടൻ പിള്ളേരോട് ചൊറിയും. നമ്മുടെ റോഗ്, ഐസ്മാൻ അതായത് ബോബി, പിന്നെ പൈറോ എന്നൊരു മ്യൂട്ടന്റ്, അവന്റെ ശരിക്കും പേര് ജോൺ. അവരെല്ലാം ഇരിക്കുന്നിടത്ത് ഒന്ന് ചുമ്മാ ഇങ്ങനെ ഡയലോഗ് അടിച്ച് ഒന്നും രണ്ടും പറഞ്ഞ് കശപിശയാവും. റോഗ് ആണെങ്കിലും
ഐസ്മാൻ ആണെങ്കിലും കൺട്രോൾ ചെയ്ത് തങ്ങളുടെ പവേഴ്സ് പുറത്ത് കാണിക്കരുത് എന്നുള്ള രീതിയിൽ സമാധാനപ്പെട്ടിരിക്കുമ്പോൾ ജോൺ ഓരോ നിമിഷവും കലിപ്പാവുകയാണ്. ജോണിന്റെ പവേഴ്സ് എന്ന് പറയുമ്പോൾ അവന് ഫയറിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ശക്തിയാണുള്ളത്. ഫ്ലെയിമിനെ ഏതൊരു ഷേപ്പിലേക്ക് മാറ്റാനും അവന് സാധിക്കും, ഏതൊരു സൈസിലേക്കും അത് കൂട്ടാനും കുറയ്ക്കാനും ഫ്ലെയിമിന്റെ ഇന്റൻസിറ്റി കൂട്ടാനും അങ്ങനെയൊക്കെയുള്ള പവേഴ്സാണ് പുള്ളിക്കുള്ളത്. എന്നാൽ ഇവന്റെ ബോഡിയിൽ നിന്ന് ഫയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ചുറ്റുപാട് എവിടെയെങ്കിലും തീ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് ഏത് തരത്തിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ജോൺ എപ്പോഴും ഒരു ലൈറ്ററും കൊണ്ടായിരിക്കും നടക്കുക. കാരണം തീ ഉണ്ടെങ്കിൽ ഇവൻ അത് വെച്ച് ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഈ ഹ്യൂമൻ പിള്ളേർ വന്ന് ഇവരോട് ഓരോന്ന് ഇങ്ങനെ സംസാരിച്ച് കശപിശിയായി ജോണിന്റെ കയ്യിലുള്ള ലൈറ്റർ തട്ടിപ്പറിച്ച് അതിലൊരുത്തൻ സിഗരറ്റ് വലിച്ചു. ജോൺ അധികം ഒന്നും ചിന്തിക്കാൻ പോയില്ല. അവന്റെ സിഗരറ്റിലെ ഫ്ലെയിം യൂസ് ചെയ്ത് അവന്റെ ഷർട്ടിൽ തീ പിടിപ്പിച്ചു. ഉടനടി നമ്മുടെ ബോബി, നമ്മുടെ ഐസ്മാൻ ആക്ട് ചെയ്ത് അവന്റെ പവേഴ്സ് യൂസ് ചെയ്ത് തീ അണച്ചു. ഇങ്ങനെ സംഭവിച്ചോടെ ഇവരെല്ലാം മ്യൂട്ടൻസ് ആണെന്ന് ഹ്യൂമൻസിന് മനസ്സിലായല്ലോ. ഉടനടി അവിടെയുള്ള ഹ്യൂമൻസ് എല്ലാം നിപ്പിലങ്ങ് സ്റ്റക്കായി പോയെന്നേ. എന്ത് സംഭവിക്കുന്നത് ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തോ സംഭവിച്ചു. മ്യൂട്ടൻസിനെ ഇത് അഫക്ട് ചെയ്യുന്നില്ല. ഹ്യൂമൻസ് എല്ലാം ഒരൊറ്റ അടിക്ക് സ്റ്റക്കായി പോയി. ഗസ് ഹൂ? നമ്മുടെ ചാൾസ് തന്നെ. നമ്മുടെ ചാൾസ് ഹ്യൂമൻസിനെ എല്ലാവരെയും കൺട്രോൾ ചെയ്ത് നിർത്തി. ഒരൊറ്റ അടിക്ക് ഈ മ്യൂസിയത്തിലുള്ള ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ ഹ്യൂമൻസിനെയും ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന്റെ പവേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇദ്ദേഹത്തിന്റെ ഈ പവറിനെ മാക്സിമത്തിലേക്ക് എത്തിക്കാൻ സെറിബ്രോ പോലുള്ള ഡിവൈസ് കൊണ്ട് സാധിക്കും. വിച്ച് മീൻസ് സെറിബ്രോ ഉപയോഗിച്ച് ഇദ്ദേഹത്തിന് ഭൂമിയിലുള്ള എല്ലാ ഹ്യൂമൻസിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹ്യൂമൻസിനെ മാത്രമല്ല മ്യൂട്ടൻസിനെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അവരെ കൊണ്ട് ഇദ്ദേഹം ആഗ്രഹിക്കുന്ന എന്തും ചെയ്യാൻ പറ്റും. അത്രത്തോളം പവർഫുൾ ആണല്ലോ ഇദ്ദേഹം. ഇനി ഇദ്ദേഹത്തെക്കാളും പവർഫുൾ ആണ് നമ്മുടെ ഡോക്ടർ ജീൻ ഗ്രേ എന്ന് പറയുമ്പോൾ അവളുടെ പവേഴ്സ് എന്തുമാത്രമാണെന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ പ്രൊഫസർ ഇവരെല്ലാം കൺട്രോൾ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കിയ മ്യൂട്ടൻസിന് വാണിംഗ് കൊടുത്തു. ഈ സമയത്താണ് ടിവിയിലൂടെ പ്രസിഡന്റിന് നേരെ ഉണ്ടായ മ്യൂട്ടൻ അറ്റാക്കിനെ പറ്റിയുള്ള വാർത്ത പുറത്തു വരുന്നത്. ഇത് കാണുന്ന ഇവരെന്താ വിചാരിക്കുക? ഇതിന് പുറകിൽ മാഗ്നീറ്റോ ആയിരിക്കുമെന്ന്. അയാളിപ്പോൾ ജയിലിലാണെങ്കിലും അയാൾക്ക് അയാളുടെ പവേഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിലും അയാൾക്ക് മേ ബി ഇങ്ങനെ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവർ കരുതുന്നത്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന മ്യൂട്ടൻസ് ഒരുപാട് പേര് പുറത്തുണ്ടല്ലോ, ഇൻക്ലൂഡിംഗ് മിസ്റ്റിക്ക് പോലും. പുള്ളിക്കാരി ഇപ്പോൾ സെനറ്റർ കെല്ലിയുടെ രൂപത്തിൽ വൈറ്റ് ഹൗസിലുണ്ട്. ഇതുവരെയും യഥാർത്ഥ സെനറ്റർ കെല്ലി മരിച്ചുപോയി എന്നുള്ള കാര്യം വൈറ്റ് ഹൗസിൽ ആർക്കും അറിയത്തില്ലല്ലോ. ഇപ്പോൾ വൈറ്റ് ഹൗസിൽ വന്നിരിക്കുന്ന ഈ വ്യക്തി ഒരു കേണലാണ്. ഇദ്ദേഹത്തിന്റെ പേരാണ് വില്യം സ്ട്രൈക്കർ. കറന്റ്ലി മാഗ്നീറ്റോയെ അടച്ചു വെച്ചിരിക്കുന്ന ആ ജയിലില്ലേ, ആ ജയിലിൽ ഇദ്ദേഹത്തിന്റെ കൺട്രോളിലാണ്. സ്ട്രൈക്കർക്ക് മ്യൂട്ടൻസിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതിന് പുള്ളിക്കാരൻ്റെതായ റീസൺസ് ഉണ്ട്. നമ്മുടെ ലോഗൻ, നമ്മുടെ വൂൾവറിന്റെ പാസ്റ്റുമായിട്ടും ഇങ്ങർക്ക് നല്ല ബന്ധമുണ്ട്. ഒരുപാട് മ്യൂട്ടൻസിനെ വെച്ച് ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അവരെ കൊല്ലാകൊല ചെയ്തിട്ടുണ്ട്. എന്തിനേറെ ഇങ്ങരുടെ സ്വന്തം മകൻ പോലും ഒരു മ്യൂട്ടൻ്റാണ്. അവനെ പോലും വിട്ടിട്ടില്ല. അവനെ പോലും ഒരുമാതിരി വല്ലാത്ത പരീക്ഷണങ്ങൾ ചെയ്ത് വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. യഥാർത്ഥ സെനറ്റർ കെല്ലി മ്യൂട്ടൻ രജിസ്ട്രേഷൻ ആക്ട് നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അതിനുവേണ്ടി വാശി പിടിച്ച ആളാണ്. ബട്ട് ഇപ്പോൾ കെല്ലിയുടെ രൂപത്തിലുള്ള മിസ്റ്റേക്ക് പറയുന്നത് താൻ അന്ന് പറഞ്ഞത് തെറ്റാണ്. ആ ഒരു വ്യൂ തെറ്റായിരുന്നു. അങ്ങനെ രജിസ്ട്രേഷൻ ആക്ട് ഒന്നും കൊണ്ടുവരേണ്ടതില്ലെന്നാണ്. മഗ്നീറ്റോയെ പുറത്തിറക്കാൻ നല്ലൊരു അവസരം കാത്തു നിൽക്കുകയാണ് മിസ്റ്റേക്ക്. ഈ കേണൽ വില്യം സ്ട്രൈക്കർ ത്രൂ മഗ്നീറ്റോയെ പുറത്തിറക്കാൻ പറ്റും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇങ്ങേറെ സ്ഥലത്താണല്ലോ, അല്ലെങ്കിൽ ഇങ്ങേറെ കൺട്രോളിലുള്ള ജയിലിലാണല്ലോ മഗ്നീറ്റോ. ദേ ഈ പുള്ളിക്കാരിയെ കണ്ടില്ലേ? ഇവളാണ് യുറിക്കോ. കേണൽ വില്യം സ്ട്രൈക്കറിന്റെ കൂടെയുള്ള ആളാണ്. ആളൊരു മ്യൂട്ടന്റ് ആണ്. കേണൽ വില്യം സ്ട്രൈക്കർക്ക് മ്യൂട്ടന്റുകളെ അത്ര ഇഷ്ടമല്ലെങ്കിലും സ്ട്രൈക്കർ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രൈക്കറിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു മ്യൂട്ടന്റ് ആണ് ഇവള്. പുള്ളിക്കാരിയുടെ വട്ടപ്പേര് പറഞ്ഞാൽ കോമിക്സ് വായിച്ചിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ കണക്ട് ആകുമായിരിക്കും. ലേഡി ഡെത്ത് സ്ട്രൈക്ക്. അറിയാലോ, നമ്മുടെ ലോഗനെ പോലെ തന്നെ പുള്ളിക്കാരുടെ ശരീരത്തും അഡമാൻഡിയമാണുള്ളത്. ലോഗന് 6 ബ്ലേഡ്സ് ആണ് കയ്യിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരിക്ക് അത് 10 ആണ്. 5 10 വിരലുകളിൽ നിന്ന് പുള്ളിക്കാരിക്ക് വെപ്പൺസ് അഡമാൻഡിയം പുറത്ത് കൊണ്ടുവന്ന് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സ്ട്രൈക്കർ വൈറ്റ് ഹൗസിലേക്ക് കെട്ടിയെഴുതൽ വന്ന എന്തിനാന്ന് വെച്ചാൽ പ്രസിഡന്റിന് നേരെയുള്ള അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് കുറേ ഇൻഫർമേഷൻ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫസർ ചാൾസിന്റെ സ്കൂള്, അദ്ദേഹം മ്യൂട്ടൻസിന് വേണ്ടി നടത്തുന്ന ആ ഒരു സ്കൂളിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നു. അവിടെ ഒരു കോർട്ടിന് താഴെയായിട്ട് ബേസ്മെന്റിലാണ് അവരുടെ ജെറ്റ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ജെറ്റ് പുറത്ത് വരുന്നതിന്റെ സാറ്റലൈറ്റ് വിഷ്വൽസ് ഒക്കെ ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തിട്ട് ഇന്ന പോലെ മ്യൂട്ടൻസ് എല്ലാം ഇവിടെയാണുള്ളത്, ഈ സ്ഥലത്ത് പോയി അറ്റാക്ക് നടത്താനുള്ള പെർമിഷൻ തരണം, മ്യൂട്ടൻസിനെ കീഴടക്കാനുള്ള പെർമിഷൻ തരണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു മ്യൂട്ടന്റ് അറ്റാക്ക് ചെയ്യുന്ന തലനാരഴിക്കാണ് പ്രസിഡന്റ് രക്ഷപ്പെട്ടത്. പുള്ളിക്കാരൻ ഇടം വലം നോക്കാതെ സ്ട്രൈക്കർക്ക് പെർമിഷൻ കൊടുത്തു. ഈ സോൾജേഴ്സിനെ വെച്ച് അല്ലെങ്കിൽ സ്ട്രൈക്കറിന്റെ ആളുകളെ വെച്ച് മ്യൂട്ടൻസിനെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ചിന്തിക്കുന്നത്. സ്ട്രൈക്കർ സാധാരണക്കാരനല്ല. ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, പുള്ളിക്കാരൻ മ്യൂട്ടൻസിനെ എത്രത്തോളം വെറുക്കുന്നുണ്ട്. അവരെ കൺട്രോൾ ചെയ്യാനും അവരെ തകർക്കാനുള്ള വെപ്പൺസ് ക്രിയേറ്റ് ചെയ്യാനും അതെല്ലാം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനും പുള്ളിക്കാരൻ ഒരു പ്രത്യേക കഴിവാണ്. ഇവിടെ വെച്ച് മഗ്നീറ്റോയെ വെച്ചിരിക്കുന്ന ആ ഒരു ജയിലിലേക്ക് പോകാൻ, ആ പ്ലാസ്റ്റിക് ജയിലിലേക്ക് പോകാൻ സെനറ്റർ കെല്ലിക്ക് പെർമിഷൻ കൊടുക്കണമെന്ന് കെല്ലി ആവശ്യപ്പെട്ടെങ്കിലും ഇങ്ങനെ സമ്മതിക്കുന്നില്ല. സ്ട്രൈക്കർ തീരുമാനിച്ചുറപ്പിച്ചതാണ് മ്യൂട്ടൻസിനെതിരെയുള്ള അങ്ങേറെ യുദ്ധം എപ്പോഴോ തുടങ്ങിക്കഴിഞ്ഞു എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇവിടെ ചാൾസിന്റെ സ്കൂളിൽ ഇപ്പം നമ്മുടെ ബോബിയും റോഗും ഇങ്ങനെ കിസ് ചെയ്യാനായിട്ടൊക്കെ അടുത്ത് വരുന്നുണ്ട്. റോഗ് ഇവനെ കിസ് ചെയ്താൽ എന്ത് സംഭവിക്കുന്ന അറിയാലോ? ഇവന്റെ മ്യൂട്ടൻ പവേഴ്സ് അവളിലേക്ക് പോകും. മാത്രമല്ല ഇവന്റെ എനർജി മൊത്തം അവളിലേക്ക് പോകും. ഇവൻ മരണപ്പെടും. രണ്ടുപേർക്കും കിസ് ചെയ്യാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും അവളുടെ ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അവൾ അവിടുന്ന് മാറിപ്പോയി. സെയിം ടൈം ഡോഗ് മാർക്കറ്റിൽ പോയ പോലെ നമ്മുടെ ലോകം തിരിച്ചു വരുന്നുണ്ട്. പുള്ളി ആ സ്ഥലത്ത് വരെ ആൽക്കലിയിലേക്ക് വരെ പോയി നോക്കിയിട്ട് അവിടെ നിന്നൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ലല്ലോ. റോഗ് ബോബിയെ ലോഗന് പരിചയപ്പെടുത്തി കൊടുത്തു. ഇവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു. ചെക്കൻ നമ്മുടെ ലോകന്റെ ഷെയ്ക്കാറ്റ് കൊടുക്കുന്ന കൂട്ടത്തിൽ ലോകന്റെ കൈ ചെറുതായിട്ടൊന്ന് തണുപ്പിക്കുന്നുണ്ട്. പയ്യനെ പുള്ളിയെ പറ്റി അറിഞ്ഞൂടാ. ഇവിടെ മോനെ വേണ്ടട്ടോ, അത് ഉറങ്ങിക്കിടക്കുന്ന ഒരു സിംഗമാണ്. ഇവൻ നിന്റെ ബോയ് ഫ്രണ്ടോ? അല്ല, അപ്പം എങ്ങനെയാ നിങ്ങൾ ഇതൊക്കെ വർക്കൗട്ട് ആക്കി എടുക്കുന്നേ? അല്ല, അത് അങ്കിളിപ്പോൾ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളുടെ കാര്യമില്ല, ഞങ്ങളത് എന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കുന്നുണ്ട്. ദെൻ സ്ട്രോം വന്നു, ജീൻ വന്നു. ജീനെ കാണുമ്പോൾ നമ്മുടെ ലോകന് പുള്ളിക്കാരോട് അവന് ഒരു താല്പര്യമുണ്ടല്ലോ. ജീനും സ്ട്രോമും കൂടെ ഇപ്പോൾ ബോസ്റ്റണിലേക്ക് പോകാൻ തുടങ്ങുവാണ്. പ്രസിഡന്റിനെ അറ്റാക്ക് ചെയ്ത ആ ഒരു മ്യൂട്ടനെ പ്രൊഫസർ ട്രാക്ക് ചെയ്തു. അവനെ ട്രാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അവൻ എപ്പോഴും ഇങ്ങനെ ടെലിപ്പോർട്ട് ആയിരിക്കുന്നുണ്ട്. പ്രൊഫസർ കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അവൻ്റെ ഏതാണ്ട് ഒരു ലൊക്കേഷൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തു. ദെൻ സ്കോട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ ലോകന്റെ മുന്നിൽ വെച്ച് തന്നെ ഗ്രേ കിസ് ചെയ്യുന്നുണ്ട്. ലോകൻ എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. കട്ട് ചെയ്താൽ മാഗ്നീറ്റോ അങ്ങേറെ സെല്ലിരുന്ന ഒരു ബുക്ക് വായിക്കുവാണ്, ദ വൺസ് ഫ്യൂച്ചർ കിങ്. ഇതേ ബുക്കിനെ പറ്റി നമ്മുടെ പ്രൊഫസർ ചാൾസ് അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അവരെ പഠിപ്പിക്കുന്നത് ഒരു സീനിൽ കാണിക്കുന്നുണ്ട്. ലാസ്റ്റ്
ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, എന്നാൽ ഇവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ, ഇവർ മുമ്പ് ഫ്രണ്ട്സ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, ആ ഒരു ബന്ധമൊക്കെ കാണിക്കാൻ ഇങ്ങനെയുള്ള കുറേ സീൻസിലൂടെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ സിനിമയിൽ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ മര്യാദയ്ക്ക് ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന മഗ്നീറ്റോയെ ലോറിയോ എന്നൊരു ഗാർഡ് വന്നൊരു ഒറ്റയടി. മഗ്നീറ്റോയുടെ തല ആ ഡെസ്കിലേക്ക് പിടിച്ച് ചേർത്ത് വെച്ച് അദ്ദേഹത്തിന്റെ കഴുത്തിന് പുറകിൽ ഒരു മെഡ് ഇവർ ഒഴിക്കുന്നുണ്ട്. സ്ട്രൈക്കർ ഇപ്പോൾ ഈ ഒഴിച്ച മരുന്ന് കാരണം മഗ്നീറ്റോ സ്ട്രൈക്കറിന്റെ കൺട്രോളിലാവാണ്. ഇതേ മെഡിസിൻ യൂസ് ചെയ്താണ് സ്ട്രൈക്കർ പല മ്യൂട്ടൻസിനെയും ഇങ്ങേറെ കൺട്രോളാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്ട്രൈക്കറിന് പ്രൊഫസർ ചാൾസിന്റെ സ്കൂളിനെ പറ്റിയും അതിനുള്ളിലുള്ള സെറിബ്രോയെ പറ്റിയും അറിയണം. ഇപ്പോൾ സ്ട്രൈക്കർ ചോദിക്കുന്നതിന് മഗ്നീറ്റോ ഉത്തരം കൊടുക്കും, കാരണം അയാൾ ആ മെഡിന്റെ എഫക്റ്റിലാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ പ്രൊഫസർ ചാൾസ് അദ്ദേഹത്തിന്റെ സെറിബ്രോയിൽ ഇരിക്കുകയാണ്. ലോഗൻ വായിൽ ഒരു സിഗരറ്റ് ഒക്കെ വെച്ച് വൻ മാസിൽ അങ്ങോട്ട് വന്ന് കയറും. കുട്ട ലോക, നീ ഇങ്ങോട്ട് വരുന്നതൊക്കെ കൊള്ളാം, ആ സിഗരറ്റ് അങ്ങ് മാറ്റിയേക്കണം, ഇല്ലെങ്കിൽ ഇനി നീ ജീവിക്കാൻ പോകുന്നത് ഒരു 6 വയസ്സുകാരി പെൺകുട്ടിയുടെ ഓർമ്മയിലായിരിക്കും. പാവം ലോകൻ അങ്ങ് ചൂളിപ്പോയെന്നേ, മാസം പോയി ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യുമെന്നേ. പ്രൊഫസർ പറഞ്ഞ ഉടനെ തന്നെ സിഗരറ്റ് എടുത്ത് ഇവന്റെ കയ്യിൽ തന്നെ കുത്തിയും കെടുത്തി. കയ്യിൽ തൊലിയൊക്കെ ഇളക്കി കുറച്ച് വേദന സഹിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, ഇവന് റീജനറേറ്റിംഗ് പവർ ഉണ്ടല്ലോ. ദെൻ പ്രൊഫസർ ഇദ്ദേഹത്തിന്റെ സെറിബ്രോ യൂസ് ചെയ്യുന്നു. സെറിബ്രോ യൂസ് ചെയ്യുമ്പോൾ പ്രൊഫസറിന് ലോകത്തുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇവിടെ ലോകനും ഈ കാര്യങ്ങളൊക്കെ വിസിബിൾ ആവുന്നുണ്ട്. ഇവിടെ ലോകന് പ്രത്യേകിച്ച് പവർ ഒന്നും ഉണ്ടായിട്ടല്ല അവനിത് കാണാൻ പറ്റുന്നത്. പ്രൊഫസറിന് കാണാൻ പറ്റുന്ന ഈ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ലോകനും കൂടെ ഷെയർ ചെയ്യും. ലോകന്റെ മൈൻഡിലേക്കും കൂടെ അത് അവനും കൂടെ കാണാൻ പറ്റുന്ന രീതിയിലാക്കും. ഭൂമിയിലുള്ള എല്ലാ ഹ്യൂമൻസിനെയും ഇദ്ദേഹത്തിന് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവിടെ കാണുന്ന ആ ഒരു വൈറ്റ് ഡോട്ട്സ് അതാണ് ഭൂമിയിലുള്ള സകല ഹ്യൂമൻസും, അതേപോലെ കാണുന്ന റെഡ് ഡോട്ട്സ് അതാണ് ഇവിടെയുള്ള സകല മ്യൂട്ടൻസും. ഈ കാര്യങ്ങളൊക്കെ ലോകന് പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പ്രസിഡന്റിനെ അറ്റാക്ക് ചെയ്ത ആ ഒരു മ്യൂട്ടനെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ആൻഡ് ലോകൻ ഇദ്ദേഹത്തോട് ഇവന്റെ പാസ്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ, നിന്റെ മൈൻഡിലുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി നിന്നോട് പറഞ്ഞതല്ലേ, ആൽക്കലി ലേക്കിൽ നിനക്ക് അതിനുള്ള ഉത്തരങ്ങളുണ്ട്, നിനക്കത് കണ്ടെത്താൻ പറ്റാത്തത് എന്താണെന്ന് എനിക്കറിയില്ല, എപ്പോഴെങ്കിലും അത് നിന്റെ മുന്നിൽ വരും. പിന്നെ ഇന്ന് നീ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ, കുട്ടികളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചോണം. എനിക്കും സ്കോട്ടിനും എൻ്റെ ഒരു ഓൾഡ് ഫ്രണ്ടിനെ കാണാൻ പോകേണ്ടതുണ്ട്. ദേ നമ്മുടെ സെനറ്റർ കെല്ലിയുടെ രൂപത്തിലുള്ള മിസ്റ്റീക്ക് ഇപ്പോൾ യുറീക്കോയുടെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അതായത് സ്ട്രൈക്കറിന്റെ കൂടെ നടക്കുന്ന മ്യൂട്ടന്റ് ഡെത്ത് സ്ട്രൈക്ക്. സ്ട്രൈക്കറിന്റെ സ്ഥലത്ത് കയറി അവിടെയുള്ള രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും മാഗ്നീറ്റോയെ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് പുള്ളിക്കാരി. സ്ട്രൈക്കറിനൊക്കെ ഇതുവരെ ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള സകല മ്യൂട്ടൻസിന്റെയും ഡീറ്റെയിൽസ് അദ്ദേഹത്തിന്റെ സിസ്റ്റത്തിലുണ്ട്. മിസ്റ്റേക്ക് അതെല്ലാം വിശദമായിട്ട് പരിശോധിക്കുന്നു. കൂട്ടത്തിൽ ഒരു പേര് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, മാക്സിമോഫ് 2. മനസ്സിലായോ? മാക്സിമോഫ് ആരാണെന്ന് പിടിയിട്ടില്ലേ? അല്ല അതെന്താ ഈ 2 ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നതെന്നല്ലേ? 2 മാക്സിമോഫ് ഉണ്ടല്ലോ, നമ്മുടെ വാൻഡ മാത്രമല്ലോ, വാണ്ടയ്ക്ക് ഒരു ബ്രദർ ഉണ്ടല്ലോ, പിയട്രോയും വാൻഡയും. പിയട്രോ മാക്സിമോഫ്, വാൻഡ മാക്സിമോഫ്. ഇവിടെ ഈ മ്യൂട്ടൻസിനൊന്നും കാണിക്കുന്നില്ലെങ്കിലും ഇവരെ നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടുത്തി തരുന്നത് അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിലാണ്. അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് അറിയാലോ. ഈ കൂട്ടത്തിൽ നമ്മുടെ എറിക്കിന്റെ പേരുണ്ട്, മാഗ്നീറ്റോയുടെ പേരുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്തപ്പോൾ ഇപ്പം അദ്ദേഹത്തെ ഏത് സ്ഥലത്താണ് വെച്ചിരിക്കുന്നതെന്നും ആ പ്ലാസ്റ്റിക് ജയിലുള്ള സ്ഥലം ഏതാണെന്നും അവിടെ ഗാർഡ് ഡ്യൂട്ടി ആർക്കൊക്കെയാണെന്നും കൃത്യമായി ഇവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയിപ്പോൾ മിസ്റ്റേക്കിന് കാര്യങ്ങൾ എളുപ്പമായില്ലേ. അവിടുത്തെ സെക്യൂരിറ്റീസ് ആരെങ്കിലും ഒരാളെ വകവരുത്തിയിട്ട് അവരുടെ വേഷം ധരിച്ച് നേരെ മാഗ്നീറ്റോയുടെ അടുത്തെത്താൻ പറ്റുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. ബിക്കോസ് അത്ര സേഫ്റ്റി കുറഞ്ഞ ജയിലിൽ അങ്ങേരെ വെക്കൂ. മിനിമം മ്യൂട്ടൻ്റ് ആണോ ഹ്യൂമൻ ആണോ അവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ടെക്നോളജി എങ്കിലും അവിടെ ഉണ്ടാവത്തില്ലേ. നോക്കാം. എന്തായാലും എന്തൊക്കെയോ മിസ്റ്റേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ സിസ്റ്റത്തിൽ തന്നെ സെറിബ്രോയെ പറ്റി ഒരു ഫയൽ കാണുന്നുണ്ട്. അതെടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫസർ ചാൾസും മിസ്റ്റേക്കും ഒക്കെ കൂടി ബിൽഡ് ചെയ്ത് അവരുടെ സെറിബ്രോ ഉണ്ടല്ലോ, അതുപോലെ തന്നെ എക്സാക്ട് ഒരു സെറിബ്രോ ഇവർ ബിൽഡ് ചെയ്യുന്നതായിട്ടാണ് ഇവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സ്ട്രൈക്കറിൻ്റെ നിസ്സാര പ്ലാൻ അല്ല സെറിബ്രോ ബിൽഡ് ചെയ്യുക. സെറിബ്രോ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്നുള്ള ഇൻഫോർമേഷനൊക്കെ ഇങ്ങനെ നമ്മുടെ മാഗ്നീറ്റോയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പുവർ മാഗ്നീറ്റോ ഭയങ്കര പവറുള്ള മനുഷ്യനാണെങ്കിലും ഇരുമ്പില്ലാതെ ഒന്നും പുള്ളിക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതെല്ലാം മനസ്സിലാക്കി മിസ്റ്റേക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കുള്ള യുറീക്കോ ഇങ്ങോട്ട് വരുന്നു. ഉടനടി മിസ്റ്റേക്ക് ഇവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ്റെ വേഷം ധരിച്ച് അവിടുന്ന് പുറത്ത് പോകുന്നു. അങ്ങനെ മിസ്റ്റേക്ക് നേരെ ഇറങ്ങി ചെല്ലുന്നത് ഇവളിപ്പോൾ ആരുടെ രൂപത്തിലാണോ അതേ വ്യക്തിയുടെ മുന്നിലാണ്. അയാൾ നോക്കുമ്പോൾ ദേ അയാളെ പോലെ തന്നെ എക്സാക്ട്ലി അതുപോലെ തന്നെയുള്ള ഒരാൾ നടന്നു വരുന്നു. പുള്ളി ആകെ ഞെട്ടിപ്പോയിന്നേ. അല്ല ഇത് എന്താ സംഭവം, എന്നെ പോലെ തന്നെ വേറൊരാൾ. മൈ ഡിയർ തന്തപ്പടി, നിങ്ങൾക്ക് ഇത് തന്നെ പണി എന്നുവല്ലോ ആ പാവം മനുഷ്യൻ വിചാരിച്ചു പോയി കാണും. മിസ്റ്റേക്ക് കുടുംബകല ഉണ്ടാക്കി ഇന്ന് അവിടെ എന്തൊക്കെ നടക്കുമോ. അങ്ങ് ബോസ്റ്റണിൽ പ്രസിഡന്റിനെ അറ്റാക്ക് ചെയ്ത മ്യൂട്ടനെ തേടി നമ്മുടെ സ്ട്രോമും ഗ്രേയും കൂടി ഒരു പള്ളിയിലേക്കാണ് ചെല്ലുന്നത്. നൈറ്റ് ക്രോളർ എന്ന് പേരുള്ള ആ മ്യൂട്ടന്റ് ഈ പള്ളിയിലാണ് അത്ര ജീവിക്കുന്നത്. ഇവർ അവിടെ ചെന്നപ്പോൾ തന്നെ അവനൊരുമാതിരി പേടിച്ചൊക്കെയാണ് പെരുമാറുന്നത്. ലൈക്ക് അവനത്ര ധൈര്യമൊന്നുമില്ലെന്നേ. പ്രസിഡന്റിനെ കൊല്ലാൻ എന്തായാലും ഇവൻ ശ്രമിക്കത്തില്ല. ഒരു പാവം മനുഷ്യനാണെന്നേ. ഇവിടെ ബെർലിൻ സർക്കസിലെ ഒരു പ്രധാന കഥാപാത്രമാണ് പുള്ളിക്കാരൻ. അങ്ങനെയൊക്കെയാണ് ആൾ ജീവിച്ചു പോകുന്നത്. സർക്കസിലെ റോൾ ചെയ്യുന്നത് കൊണ്ട് മ്യൂട്ടന്റ് ആണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ അമ്പരപ്പിക്കുന്ന മൂവ്സൊക്കെ കാണിക്കുന്നത് കൊണ്ട് സർക്കസിനും അത്യാവശ്യം ഓഡിയൻസ് ഉണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ പ്രസിഡന്റിനെ ഇവൻ എന്തിനാണ് അറ്റാക്ക് ചെയ്തതെന്ന് ഇവനൊരു ബോധമില്ലത്രേ. ബോധത്തോടെയല്ല ഇങ്ങനെ അങ്ങനെ ചെയ്തത്. ഇവനെ ആരോ കൺട്രോൾ ചെയ്ത് പ്രസിഡന്റിനെ അറ്റാക്ക് ചെയ്യിപ്പിച്ചതാണ്. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഗ്രേയ്ക്കും സ്ട്രോമിനും പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ ഡോക്ടർ ഗ്രേ ആണ് നേരത്തെ ഇവന്റെ കയ്യിൽ വെടികൊണ്ട പാടിലൊക്കെ മരുന്ന് വെക്കുന്നത്. ആൻഡ് ഇവൻ്റെ ഒരു കടുത്ത ദൈവവിശ്വാസിയാണ്. ദൈവം തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നതെന്ന് അറിയത്തില്ല. താൻ ആരെങ്കിലും ഉപദ്രവിച്ചോ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിലും സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ശരീരത്തിൽ പലതരത്തിലുള്ള വരകളൊക്കെ കണ്ടില്ലേ, അത് കാണാൻ കൊള്ളാം, അത്യാവശ്യം രസമുണ്ട്. പക്ഷേ കഴുത്തിന് പുറകിലായിട്ട് വേറൊരു മാർക്കുണ്ട്. എക്സാക്ട്ലി ഇതുപോലെ തന്നെയുള്ളൊരു മാർക്ക് നമ്മുടെ മാഗ്നീറ്റോയുടെ കഴുത്തിന് പുറകിൽ നമ്മൾ കണ്ടിരുന്നു. ആ ഒരു ഭാഗത്തിലൂടെയാണ് മാഗ്നീറ്റോയുടെ ശരീരത്തിലൂടെ വില്യം മരുന്നൊഴിക്കുന്നത്. ഇത് അർത്ഥമാക്കുന്നത് ഒരു പക്ഷേ ഈ കേർട്ട് വാഗ്നറിനെ ഇവനെ കൺട്രോൾ ചെയ്തത് വില്യം ആണെന്നാണോ? സംശയിക്കേണ്ടിയിരിക്കുന്നു. വില്യം ഇവനെ കൺട്രോൾ ചെയ്ത് പ്രസിഡന്റിനെ അറ്റാക്ക് ചെയ്യിപ്പിച്ചതാവാം. അന്ന് രാത്രി പ്രൊഫസറിന്റെ സ്കൂളിൽ കിടന്നുറങ്ങുന്ന നമ്മുടെ വൂൾവറീന് അവന്റെ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി കുറച്ചുകൂടെ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. ദാണ്ടെ നമ്മുടെ വൂൾവറിന്റെ പാസ്റ്റിൽ ആ വില്യം സ്ട്രൈക്കർ ഉണ്ട്. വൂൾവറിന്റെ ശരീരത്തിൽ എന്തൊക്കെയോ തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. അതിൽ വില്യം സ്ട്രൈക്കർക്ക് വ്യക്തമായ പങ്കുണ്ട്. ഇപ്പോൾ ഇവൻ ആ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയിട്ടല്ല, അങ്ങേരുടെ പേര്, അങ്ങേരുടെ മുഖം, അങ്ങനെയൊക്കെ. ഇതേ സമയം നമ്മുടെ പ്രൊഫസറും സ്കോട്ടും കൂടെ വില്യം സ്ട്രൈക്കറിന്റെ കൺട്രോളിലുള്ള മാഗ്നീറ്റോയെ പൂട്ടി വെച്ചിരിക്കുന്ന ജയിലിലേക്കാണ് ചെല്ലുന്നത്. സ്കോട്ടിനെ ലോറിയോ എന്ന ആ ഒരു ഗാർഡ് തടഞ്ഞു.
പ്രൊഫസറിനെ മെറ്റൽസ് ഒന്നുമില്ലാത്തൊരു ചെയറിലേക്ക് മാറ്റി അദ്ദേഹത്തെ മാത്രമേ മാഗ്നീറ്റോയെ കാണാൻ അനുവദിക്കുന്നുള്ളൂ. അങ്ങനെ പ്രൊഫസർ മാഗ്നീറ്റോയോട് സംസാരിക്കാൻ ചെന്നു. പ്രസിഡന്റിനെ അറ്റാക്ക് ചെയ്തതിൽ ഇവൻ എന്തെങ്കിലും പങ്കുണ്ടോന്ന് അറിയാൻ വേണ്ടിയാണ് ചെന്നത്. എന്നാൽ മാഗ്നീറ്റോയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ പ്രൊഫസറിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. കേണൽ വില്യം സ്ട്രൈക്കർ, ഇതിന്റെയൊക്കെ അധികാരമുള്ള ആ പുള്ളിക്കാരൻ നിരന്തരമായി മാഗ്നീറ്റോയെ ഉപദ്രവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ സ്ട്രൈക്കറെ നമ്മുടെ ചാൾസും അറിയും. ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ മകൻ ജെയ്സനെ പ്രൊഫസർ ചാൾസ് ട്രെയിൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇപ്പൊ ജെയ്സൺ പ്രൊഫസറുടെ സ്കൂളിലില്ല. ജെയ്സണ് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് പ്രൊഫസർക്ക് പോലും അറിയത്തില്ല. സ്വന്തം മകൻ ഒരു മ്യൂട്ടന്റ് ആയിരുന്നിട്ട് കൂടി മ്യൂട്ടൻസിനോട് സ്ട്രൈക്കർക്ക് കടുത്ത വിരോധമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അയാൾ സെറിബ്രോ ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ സെറിബ്രോ ഉപയോഗിച്ച് മ്യൂട്ടൻസിനെ എല്ലാം ഇല്ലാണ്ടാക്കുകയാണോ അങ്ങേരുടെ പ്ലാൻ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനോടകം തന്നെ മാഗ്നീറ്റോയിലൂടെ സെറിബ്രോയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങേര് മനസ്സിലാക്കിയിരുന്നല്ലോ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞതും ചാൾസും അങ്ങ് പാനിക്കായി. കാര്യം സെറിബ്രോ യൂസ് ചെയ്ത് അത്രത്തോളം നാശം ഉണ്ടാക്കാൻ പറ്റും. മുഴുവൻ മ്യൂട്ടൻസിനെയും ഇല്ലാണ്ടാക്കാം, മുഴുവൻ ഹ്യൂമൻസിനെയും ഇല്ലാണ്ടാക്കാം. ചുരുക്കി പറഞ്ഞാൽ ലിറ്ററലി ലോകത്തെ തന്നെ കൺട്രോൾ ചെയ്യാം സെറിബ്രോ യൂസ് ചെയ്ത്. എന്നാൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നമ്മുടെ ചാൾസിനെ പോലെ ഇതേപോലെയുള്ള പവേഴ്സ് ഉള്ള, മറ്റൊരാളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പവേഴ്സ് ഉള്ള ഒരു മ്യൂട്ടന്റിന് മാത്രമേ സെറിബ്രോ യൂസ് ചെയ്ത് അങ്ങനെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കൂ. എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളാണ് നിലവിൽ നടക്കുന്നതെന്ന് നമ്മുടെ ചാൾസും തിരിച്ചറിഞ്ഞ അതേ സമയം തന്നെ ചാൾസും ഇദ്ദേഹവുമുള്ള ആ ഒരു ജയിലിലേക്ക് ഇവരെ ബോധം കെടുത്താനായിട്ട് ഗേഷ്യസ് ഫോമിലുള്ള എന്തോ കടത്തിവിട്ടു. സെയിം ടൈം യുറീക്കോ വന്ന് നമ്മുടെ സ്കോട്ടിനെ അടിച്ച് താഴെ ഇടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പ്രൊഫസർ ചാൾസ് സേവിയർ തന്റെ ഓൾഡ് ഫ്രണ്ടിനെ കാണാൻ വന്ന് ഇവിടെ അങ്ങ് പെട്ടുപോയെന്നർത്ഥം. ഏതാണ്ട് ഇതേ സമയം തന്നെ മ്യൂട്ടൻ സ്കൂളും ആക്രമിക്കപ്പെടുവാണ്. ഒരുപാട് സോൾജേഴ്സ് കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് ഒക്കെ ആയിട്ട് വന്ന് ഇവിടെയുള്ള മ്യൂട്ടൻ കുട്ടികളെ എല്ലാം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. നമുക്ക് ഓൾറെഡി അറിയാലോ, സ്ട്രൈക്കർക്ക് ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് ഉണ്ട്. മ്യൂട്ടൻസിനെ തകർക്കാന്നുള്ളത് അങ്ങേരുടെ ലക്ഷ്യമാണ്. അയാളുടെ സോൾജേഴ്സിനെയും കൊണ്ടുവന്ന് ഇവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം പ്ലാൻ ചെയ്ത് തന്നെയായിരിക്കും. ലോഗനും നമ്മുടെ ബോബിയൊക്കെ കൂടി ഇവരെ കൊണ്ട് പറ്റുന്ന പോലെ പ്രതിരോധിച്ച് നിൽക്കാനും എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഇതൊന്നും പോരാതെ വന്നു. അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് ഒക്കെ ആയിട്ടാണ് സ്ട്രൈക്കറൊക്കെ ഇങ്ങോട്ട് വന്നത്. ലോഗനും ബോബിയും ഒക്കെ ചേർന്ന് കുറേ കുട്ടികളെ ഒരു സൈഡിൽ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. മറ്റൊരു സൈഡിൽ നമ്മുടെ കൊളോസസ് കുട്ടികൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് അവരെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഈ സിനിമയിൽ അധികം റോളൊന്നുമില്ല, ഇങ്ങനെ കുട്ടികളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നേ ഉള്ളൂ. ഡെഡ്പൂളിലോട്ടൊക്കെ ചെല്ലുമ്പോഴാണല്ലോ പുള്ളി വേറെ ലെവലാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാന്നുള്ളത് മാത്രമാണ് വഴി, എതിർത്ത് നിൽക്കാൻ പറ്റത്തില്ല. മെജോറിറ്റി കുട്ടികളും കൊളോസസിന്റെ നേതൃത്വത്തിൽ ഒരു ടണൽ വഴി ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഐസ്മാൻ ബോബിയും റോഗും അതേപോലെ ജോൺ ഉണ്ടല്ലോ, ജോൺ പൈറോ, അവനും അവരുടെ കൂടെ നമ്മുടെ വൂൾവറീനുമാണ് സ്കൂളിലുള്ളത്. ഇവർക്കും രക്ഷപ്പെടണം. അവർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം നമ്മുടെ വൂൾവറീൻ ഉണ്ടാക്കി കൊടുത്തിട്ട് പുള്ളിക്കാരൻ ഫൈറ്റ് ചെയ്യാൻ അവിടെ തന്നെ നിൽക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ ഈ രാത്രി ഇവൻ റിക്കവറായ ഓർമ്മകളിൽ ഇവൻ സ്ട്രൈക്കറെ കറക്റ്റായിട്ട് കണ്ടിരുന്നു. ആ ഒരു ഓർമ്മയിലുള്ള വ്യക്തി ദൈവം കൺമുന്നിൽ വന്ന് നിൽക്കുന്നു. വാശി കൊണ്ട് അങ്ങേരോട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി നമ്മുടെ വൂൾവറിൻ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഉടനെ നമ്മുടെ ഐസ്മാൻ ബോബി ഇവർക്കിടയിൽ വലിയൊരു ഐസ് വാൾ ക്രിയേറ്റ് ചെയ്ത് അവരോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് വൂൾവറിനെ കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിച്ച് അദ്ദേഹത്തെയും കൊണ്ട് രക്ഷപ്പെട്ടു പോവാണ്. സൈക്ലോപ്സിന്റെ കാർ ഉണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, സൈക്ലോപ്സിന്റെ കാർ എടുത്ത് ഇവർ 4 പേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ഓൺ ദ വേയിലാണ് നമ്മുടെ റോഗ് വൂൾവറിന്റെ ലോക്കറ്റ് ഇങ്ങർക്ക് തിരിച്ചു കൊടുക്കുന്നത്. ഫസ്റ്റ് പാർട്ട് മൂവിയുടെ ലാസ്റ്റിൽ നമ്മൾ കണ്ടിരുന്നല്ലോ, ഈ ഒരു ലോക്കറ്റ് ഇവൾക്ക് കൊടുത്തിട്ട് ഈ ലോക്കറ്റിന് വേണ്ടി ഇവൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ആൽക്കലി ലേക്കിലേക്ക് പോയത്. അങ്ങനെ കാർ കുറേ ഓടി മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ജോൺ വന്ന് പാട്ട് ഓൺ ചെയ്യും. ഏത് സോങ് എന്നോ, നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിലെ ആ ഇൻട്രോ ഫൈറ്റിലെ സോങ് ഇല്ലേ, ദദ്. പെട്ടെന്ന് ആ പാട്ട് കേട്ടപ്പോൾ വൂൾവറിന് ഒരുമാതിരി ആയിപ്പോയി. പുള്ളിക്കാരൻ ഒരുമാതിരി ഇറിറ്റേറ്റ് ആയ പോലെ തലയൊന്നും ഒടിക്കുന്നുണ്ട്. ഇറിറ്റേറ്റ് ആയി തല വെട്ടിക്കൂലേ, അതാണ് ഉദ്ദേശിച്ചത്, അല്ല വേറെ ആരുടെയും തല ഒടിച്ചതല്ല. എന്തായാലും ഇതേ പാട്ട് തന്നെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൽ പ്ലേസ് ചെയ്തതിന്റെ കാര്യം മനസ്സിലായല്ലോ. അപമാനിക്കാവുന്നതിന്റെ മാക്സിമം അപമാനിച്ചു. എന്നാലും ആ സംഭവം കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. വാട്ടവർ ഇവിടെ ഇപ്പോൾ പാട്ട് ഓൺ ചെയ്യാൻ വന്നതുകൊണ്ട് കാരണം അതൊന്നും അവർക്കൊരു ഡിവൈസ് കിട്ടി. ഇത് യൂസ് ചെയ്ത് ബാക്കിയുള്ള എക്സ്മെന്നെ കണക്ട് ചെയ്യാൻ സാധിക്കും. അതായത് പ്രൊഫസറിന്റെ സ്കൂളിലുള്ള പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കറന്റ് സ്ട്രോമും ജീനും ബോസ്റ്റണിലാണെന്നുള്ള കാര്യം ലോഗൻ അറിയാം. അവർ പ്രസിഡന്റിനെ കൊല്ലാൻ ശ്രമിച്ചവനെ തേടി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. സോ നേരെ ബോസ്റ്റണിലേക്ക് പോയേക്കാമെന്ന് ഇവനും തീരുമാനിച്ചു. മാത്രമല്ല നമ്മുടെ ബോബിയുടെ ശരിക്കും വീട് ബോസ്റ്റണിലാണ്. തൽക്കാലം ബോബിയുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാം. അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ബോബി ഒരു മ്യൂട്ടന്റ് ആണെന്നുള്ള കാര്യമൊന്നും അവന്റെ പേരൻസിന് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്തൊക്കെ വള്ളി ഉണ്ടാവുമോ. ഇതുവരെ സ്ട്രൈക്കറൊക്കെ ആകെ പോകെ 6 മ്യൂട്ടൻ കുട്ടികളെ മാത്രമേ സ്കൂളിൽ നിന്ന് പിടിക്കാൻ സാധിച്ചുള്ളൂ. ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു. ആൻഡ് സ്ട്രൈക്കർ ഇവിടെ ഈ സ്കൂളിലുള്ള നമ്മുടെ ചാൾസിന്റെ സെറിബ്രോ ഓപ്പൺ ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി ഇങ്ങേരിപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെറിബ്രോയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കളക്ട് ചെയ്തോളാനും പറഞ്ഞു. അവിടെ കെട്ടിയതാൽ ഒരു ബാറാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അവിടെ TV ന്യൂസിൽ മ്യൂട്ടൻസിനെതിരെ ജനങ്ങൾ നടത്തുന്ന പ്രതിഷേധമൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പ്രസിഡന്റിന് നേരെ ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് ലോകം മൊത്തം ഞെട്ടിയിരിക്കുകയാണ്. ആൻഡ് നമ്മുടെ മാഗ്നീറ്റോയെ പൂട്ടിയിട്ടിരിക്കുന്ന ജയിലിലെ ഗാർഡ് ലോറിയോ എന്ന പുള്ളിക്കാരനും ഇതേ ബാറിലുണ്ട്. ഓൾസോ ഇവിടെ ഒരു ഡീറ്റെയിലിംഗ് കൂടെ ശ്രദ്ധിക്കണം. TV ന്യൂസിൽ ഇപ്പോൾ കാണുന്ന ഈ പുള്ളിക്കാരനെ കണ്ടില്ലേ, ഡോക്ടർ ഹാങ് മക്കോയ്. ആരാണെന്ന് മനസ്സിലായോ? വേറെ ആരുള്ള ബീസ്റ്റ്. ഇവരൊക്കെ പിന്നീട് വരുന്ന സിനിമകളിൽ മാത്രമേ വരൂ. ഇവിടെ ഈ ബാറിൽ വെച്ച് ഈ ലോറിയോയെ ഒരു പെൺകുട്ടി അങ്ങ് നോട്ട് വിട്ടുന്നേ. അവൾ തന്ത്രപരമായി സംസാരിച്ച് ഇങ്ങേരെ വളച്ച് സെഡ്യൂസ് ചെയ്ത് ബാത്റൂമിലോട്ട് കൊണ്ടുവന്നു. ഇങ്ങേർക്ക് കുടിക്കാൻ കൊടുത്ത ബിയറിൽ അവളൊരു പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മിസ്റ്റേക്കാണ്. ഇങ്ങേര് മാഗ്നീറ്റോയെ പൂട്ടിയിട്ടിരിക്കുന്ന അതേ ജയിലിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഇവള് കണ്ടെത്തുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഈ പെണ്ണിന്റെ രൂപത്തിൽ വന്ന് ഇയാളെ കൺവിൻസ് ചെയ്ത് അടിച്ചൊരു പരവമാക്കി ബോധം കെടുത്തി ഇങ്ങേരുടെ ശരീരത്തിൽ അയൺ ഇഞ്ചെക്ട് ചെയ്യുവാണ്. മാഗ്നീറ്റോയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നു. മാഗ്നീറ്റോ ഇങ്ങേരെ നേരിട്ട് കാണുമ്പോൾ ഇയാളുടെ ബോഡിയിലുള്ള അയൺ ഊറ്റിയെടുത്ത് ആ അയൺ യൂസ് ചെയ്ത് അങ്ങേർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കും. സെയിം ടൈം നമ്മുടെ പ്രൊഫസർ എക്സിന്റെ അവസ്ഥ ഇതാണ്. ഇദ്ദേഹത്തിന്റെ പവേഴ്സ് ഇപ്പോൾ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ തലയിൽ ഒരു ന്യൂറൽ ഇൻഹിബിറ്റർ വില്യം വെച്ചിട്ടുണ്ട്. വില്യം സ്ട്രൈക്കർക്ക് ഒരു മകനുണ്ട്, അവന്റെ പേര് ജേസൺ എന്നാണ്. അവനെ ഈ പ്രൊഫസർ എക്സ് ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ആ പറഞ്ഞ ജെയ്സൺ ആണ് ഇത്. തന്റെ മകൻ ഒരു മ്യൂട്ടന്റ് ആയതുകൊണ്ട് തന്നെ തനിക്ക് ഇങ്ങനെ ഒരു മകൻ ഇല്ലെന്നാണ് ഇങ്ങനെ പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ പൂർണ്ണമായിട്ടും ജെയ്സനെ ഇങ്ങേറെ കൺട്രോളാക്കി ജേസനെ ഉപയോഗിച്ച് നമ്മുടെ ചാൾസ് സേവിയറിനെ കൺട്രോൾ ചെയ്യുവാണ്. നമ്മുടെ ജെയ്സണും ചാൾസിനുള്ള അതേപോലെയുള്ള പവേഴ്സ് ആണുള്ളത്. മറ്റാരെയും കൺട്രോൾ
കൺട്രോൾ ചെയ്യാൻ സാധിക്കും, അവരുടെ മനസ്സിലേക്ക് കടക്കാൻ സാധിക്കും. ഇപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുന്നില്ലേ? ജേസനെ ഉപയോഗിച്ച് നമ്മുടെ ചാൾസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എന്താണോ ജേസന് സ്ട്രൈക്കർ കൊടുക്കുന്ന കമാൻഡ്, ആ കമാൻഡ് ചാൾസിനെ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സെറിബ്രോ ഇല്ലേ, പുതിയ സെറിബ്രോ, ആ സെറിബ്രോ നമ്മുടെ ചാൾസിനെ കൊണ്ട് യൂസ് ചെയ്യിപ്പിക്കാൻ ജേസൺ വിചാരിച്ചാൽ പറ്റും. ചാൾസിലൂടെ ഭൂമിയിലുള്ള എല്ലാ ഹ്യൂമൻസിലേക്കും മ്യൂട്ടൻസിലേക്കും ഇവർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ചാൾസ് ആരെ കൺട്രോൾ ചെയ്യുന്നു അവരെ കൊന്നുകളയാൻ പോലും ചാൾസിനെ കൊണ്ട് സാധിക്കും. ഇത്തരത്തിൽ ഭൂമിയിലുള്ള സകല മ്യൂട്ടൻസിനെയും ചാൾസിനെ ഉപയോഗിച്ച് തന്നെ കൊല്ലാനാണ് വില്യം സ്ട്രൈക്കറിന്റെ ശ്രമം. ഇവിടെ സ്ട്രൈക്കർക്ക് മ്യൂട്ടൻസിനോട് ഇത്രയധികം ദേഷ്യം തോന്നാനുള്ള കാരണങ്ങളിലൊന്ന് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൊലപാതകമാണ്. ആക്ച്വലി പുള്ളിക്കാരി ആത്മഹത്യ ചെയ്തതാണ്. പക്ഷേ കൊലപാതകം എന്ന് പറയാൻ കാരണം, പുള്ളിക്കാരി ആത്മഹത്യ ചെയ്യാൻ കാരണം ഇദ്ദേഹത്തിന്റെ മകൻ ജേസൺ ആണെന്നുള്ളതാണ്. ജേസൺ ഒരു മ്യൂട്ടന്റ് ആണെന്ന് അറിഞ്ഞതും ചാൾസിന്റെ സ്കൂളിൽ കൊണ്ട് അവനെ ആക്കി അവനെ ട്രെയിൻ ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ സ്ട്രൈക്കർ കരുതിയിരുന്നത് മ്യൂട്ടേഷൻ എന്നതൊരു രോഗമാണെന്നാണ്. അത് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കാൻ, അവന്റെ പവേഴ്സിനെ ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്നാണ് പുള്ളിക്കാരൻ പ്രതീക്ഷിച്ചത്. എന്നാൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ. ചാൾസ് സ്കൂളിൽ ചെയ്തത് എന്താണ്? കുട്ടികളെ അവരുടെ പവേഴ്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. ഇത് ഇഷ്ടപ്പെടാത്ത സ്ട്രൈക്കർ ജെയ്സനെ വീണ്ടും അങ്ങേറെ വീട്ടിലേക്ക് തന്നെ മാറ്റി. പ്രോപ്പറായി തന്റെ പവേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ അറിയാത്ത ജെയ്സൺ, അല്ലെങ്കിൽ അത് പൂർണ്ണമായും ചാൾസിൽ നിന്ന് പഠിച്ചെടുക്കാത്ത ജെയ്സൺ എന്ത് ചെയ്തെന്നോ, അവന്റെ സ്വന്തം അമ്മയ്ക്ക്, അതായത് സ്ട്രൈക്കറിന്റെ വൈഫിന് പലതരത്തിലുള്ള വിഷൻസും മറ്റുമൊക്കെ കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. അവരുടെ ബ്രെയിൻ കൺട്രോൾ ചെയ്ത്, അവരുടെ മനസ്സ് കൺട്രോൾ ചെയ്ത്, അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒരു സാധാരണ ഹ്യൂമൻ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പുള്ളിക്കാരിക്കും ഭയങ്കര പാടായിരുന്നു. സ്ട്രൈക്കറിന്റെ ഭാര്യയ്ക്ക് ആ ഒരു അവസ്ഥ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വിഷൻസ് ഒക്കെ കണ്ട് തല പെരുത്ത് പുള്ളിക്കാരി ആത്മഹത്യ ചെയ്തു. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം തന്റെ സ്വന്തം മകനാണ്. അവനൊരു മ്യൂട്ടന്റ് ആയതാണ് കാരണം. മ്യൂട്ടൻസിനോട് ഇത്രയധികം വാശി തോന്നാനും ദേഷ്യം തോന്നാനുള്ള വൺ ഓഫ് ദ റീസൺ ഇതാണ്. അടുത്ത ദിവസം ആയപ്പോഴേക്കും നമ്മുടെ ലോഗനൊക്കെ ബോസ്റ്റണിൽ ബോബിയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. ആ ടൈമിൽ ഇവന്റെ അച്ഛനും അമ്മയും ഒന്നും വീട്ടിലില്ലായിരുന്നു. തൽക്കാലം കുറച്ച് സമയം ഇവിടെ സ്റ്റേ ചെയ്യാം. നമ്മുടെ ബോബി റോഗിന് മാറാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തു. കൂട്ടത്തിൽ എന്തോ ഒരു ഫീൽ അവളെ ജസ്റ്റ് ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. ബട്ട് വെരി സർപ്രൈസിംഗ്ലി ഇപ്പോൾ കിസ് ചെയ്തപ്പോൾ ഇവനൊന്നും സംഭവിച്ചില്ല. ജസ്റ്റ് ഒരു 1-2 സെക്കൻഡ് കിസ് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം അവൻ്റെ പവേഴ്സ് ഊറ്റിയെടുക്കാനുള്ള ടൈം കിട്ടി കാണത്തില്ല. ഒരു മാറ്റവും തങ്ങൾക്ക് വന്നില്ലെന്ന് മനസ്സിലാക്കി രണ്ടുപേരും പിന്നെയും അങ്ങോട്ട് കിസ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഹീറോയിൻ പതിയെ അവൻ്റെ പവേഴ്സ് ഊറ്റിയെടുക്കാൻ തുടങ്ങി. ബോബി ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലേക്ക് ആവുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും? ഫുൾ ടൈം ഗ്ലൗ ഒക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ? ലോകൻ ചേട്ടനാവട്ടെ വീട്ടിലെ ഫ്രിഡ്ജ് തുറന്ന് കുപ്പി എടുത്ത് അടിയോടടി. പെട്ടെന്ന് ആരോ അടുത്ത് വരുന്ന പോലെ ഒരു തോന്നൽ. ഉടനടി പുള്ളിയുടെ ക്ലോ ഒക്കെ പുറത്തു കൊണ്ടുവന്ന് ആ സൈഡിലോട്ട് തിരിഞ്ഞു. പാവം, അതൊരു പൂച്ചയായിരുന്നു. പൂച്ച സാർ ഒന്നും അറിയാതെ അതിലിങ്ങനെ നക്കി നോക്കി, ഇതെന്തൊരു സാധനം. അപ്പോഴാണ് ബോബിയുടെ അച്ഛനും അമ്മയും അവൻ്റെ ബ്രദർ റോണിയും ഒക്കെ വീട്ടിലോട്ട് വരുന്നത്. ലോകനെ കണ്ട് ആദ്യം അവരങ്ങ് പേടിച്ചു പോയെങ്കിലും നമ്മുടെ ബോബി വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. താനൊരു മ്യൂട്ടന്റ് ആണെന്ന് ഇപ്പോഴാണ് അവൻ അച്ഛനോടും അമ്മയോടും തുറന്ന് പറയുന്നത്. ഇവന്റെ ബ്രദർ റോണിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. മ്യൂട്ടൻസ് പ്രശ്നമാണെന്ന് നിരന്തരമായി വാർത്തകളിലൂടെ കേൾക്കുമല്ലേ. ചെക്കനത് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അവൻ അവിടെ എഴുന്നേറ്റ് പോകുന്നൊക്കെയുണ്ട്. ഇതിനിടെ നമ്മുടെ മഗ്നീറ്റോ രക്ഷപ്പെടുന്നുണ്ട്. അറിയാലോ, നേരത്തെ മിസ്റ്റീക്ക് ഇങ്ങേറെ ശരീരത്ത് അയൺ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവന്റെ ബ്ലഡിൽ കലർന്ന അത്രയും അയൺ മാത്രം മതിയായിരുന്നു ഇങ്ങേർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ. ജസ്റ്റ് അയൺ പാർട്ടിക്കിൾസ് എടുത്ത് അത് ബോൾസ് പോലാക്കി അന്യായ സ്പീഡിൽ അതൊക്കെ കൺട്രോൾ ചെയ്ത് ബുള്ളറ്റ് പോലെ മറ്റുള്ളവരുടെ ശരീരത്തിൽ തറച്ചു കയറ്റി ലിറ്ററലി പുള്ളി കൊല മാസ് കാണിച്ചു. അങ്ങനെ പുള്ളി അവിടുന്ന് രക്ഷപ്പെട്ടു. ബോബിയുടെ വീട്ടിൽ തങ്ങളുടെ മകനൊരു മ്യൂട്ടന്റ് ആണെന്ന് അറിഞ്ഞതോടെ അച്ഛനും അമ്മയും അതുമായിട്ട് ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ ഇങ്ങനെ പറയുവാണ്. അവന്റെ അമ്മ, ഇതൊക്കെ എന്റെ മിസ്റ്റേക്കാണ്, ഇവനിങ്ങനെ ആവാൻ കാരണം ഞാനാണ് എന്നൊക്കെ പറയുമ്പോൾ ജോൺ ഉണ്ടല്ലോ, ജോൺ ഫൈറോ, പുള്ളി ഇടയ്ക്ക് കയറി, അല്ലല്ല ഇത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ മിസ്റ്റേക്കാണ്. ആക്ച്വലി മെയിൽസിലാണ് ആ ക്രോമോസോം ഉള്ളത്. പുള്ളിക്കാരനാണ് ഇവനിതൊക്കെ കിട്ടിയത്. ഇവന് ഉദ്ദേശിച്ചത് വൈ ക്രോമോസോം ആണോ? വൈ ക്രോമോസോം കുറഞ്ഞു വരുന്നു എന്നുള്ള വാർത്ത പിന്നെയും പടർന്ന് പന്തലിക്കുന്നുണ്ട്. എന്തരാവോ എന്തോ, അടുത്ത തലമുറ വല്ല മ്യൂട്ടൻസ് ആയി പോവോ? ഇതിനിടെ ബോബിയുടെ ബ്രദർ റോണി ഈ കാര്യങ്ങളൊക്കെ പോലീസിനെ അറിയിക്കുന്നുണ്ട്. അതായത് തങ്ങളുടെ വീട്ടിൽ മ്യൂട്ടൻസ് വന്നെന്ന്. ചെക്കൻ എന്തൊരു പണിയാണ് കാണിച്ചെന്ന് നോക്കിക്കോണേ. ഇതേ സമയം നമ്മുടെ സ്ട്രോമും ഗ്രേയും കൂടെ നൈറ്റ് ക്രോളറിനെയും കൊണ്ട് അവരുടെ ജെറ്റിൽ തിരിച്ചു വരുവാണ്. സ്ട്രോം അവന്റെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പാടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഇത് എന്ത് തരത്തിലുള്ള സിമ്പിൾ ആണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇവൻ്റെ ഒരു വിശ്വാസിയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, കടുത്ത വിശ്വാസി. അത് ഏതോ ഒരു ആർക്കേഞ്ചൽ, ഏതോ ഒരു ഏഞ്ചലുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു സിമ്പിൾ ആണെന്ന് അവൻ പറയുന്നുണ്ട്. ഇവൻ എത്രത്തോളം പാവം ചെയ്തിട്ടുണ്ടോ അത്രത്തോളം ശരീരത്തിൽ ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ഇവരുടെ ജെറ്റിൽ നമ്മുടെ ലോകന്റെ കയ്യിലുള്ള ഡിവൈസിന്റെ സിഗ്നൽ കിട്ടി. അതിലൂടെ അവനെ കോൺടാക്ട് ചെയ്ത് സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവരും നേരെ ബോബിയുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ പോലീസ് ആ വീട് ചുറ്റിവളഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവരുടെ മുന്നിലുള്ള വഴി പോലീസിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ലോകൻ എന്തിനും തയ്യാറായി അങ്ങോട്ട് നിൽക്കുമ്പോഴേക്കും ഒരു പോലീസുകാരൻ വന്ന് കറക്റ്റ് ലോകന്റെ നെറ്റിക്ക് തന്നെ ഷൂട്ട് ചെയ്ത് അവനെ വീഴ്ത്തി. അവന് റീജനറേറ്റിംഗ് പവർ ഉള്ളതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ആ ബുള്ളറ്റ് പുറത്ത് വന്ന് അവൻ വീണ്ടും പഴയ പോലെ ആയിക്കോളും. പക്ഷേ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അവൻ ഇപ്പോൾ അൺകോൺഷ്യസ് ആണ്. ഈ ഗ്യാപ്പിൽ പോലീസുകാരോട് ഫൈറ്റ് ചെയ്യണോ വേണ്ടോ എന്ന് ഇവർക്ക് തീരുമാനിക്കാം. പക്ഷേ ഫൈറ്റ് ചെയ്യുന്നത് നല്ലതല്ലെന്ന് മനസ്സിലാക്കി നമ്മുടെ റോഗും ബോബിയും പോലീസുകാർ പറയുന്നതനുസരിച്ച് തറയിൽ കിടന്നു. എന്നാൽ ജോണിന് അത് പറ്റുന്നില്ല. ജോൺ അവരോട് ഫൈറ്റ് ചെയ്യണം. ജോൺ ആ ഒരു ടൈപ്പ് സ്വഭാവമാണ്. റോഗും ബോബിയും പറയുന്നത് ഒന്നും കേൾക്കാതെ ജോൺ അവരോട് ഫൈറ്റ് ചെയ്യുന്നു. ഫയർ ഉപയോഗിച്ച് പോലീസുകാർക്ക് നേരെ അറ്റാക്ക് ചെയ്യുവാണ്. അവരുടെ കയ്യിൽ ആകെ ഉള്ളത് ഗണ്ണ് മാത്രമാണ്. പിസ്റ്റൽ യൂസ് ചെയ്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെക്കാളൊക്കെ എത്രയോ ഫാസ്റ്റാണ് ജോൺ അവിടെ മൊത്തം തീ കത്തിച്ച് അവരുടെ വാഹനങ്ങളൊക്കെ കത്തിച്ച് വല്ലാത്തൊരു പരുവത്തിലാക്കുന്നുണ്ട്. അത് ഇഷ്ടപ്പെടാതെ റോഗ് ആവട്ടെ ജോണിന്റെ ബോഡിയിൽ ടച്ച് ചെയ്തു. അങ്ങനെ ജോണിന്റെ പവേഴ്സ് ഇവൾക്ക് കിട്ടുന്നു. ജോൺ വീക്ക് ആകുന്നു. ആ ഗ്യാപ്പിൽ ഈ പുള്ളിക്കാരി ജോണിന്റെ പവേഴ്സ് യൂസ് ചെയ്ത് ഇവൻ കത്തിച്ച് വലിയ കോലാഹലമാക്കിയ തീയൊക്കെ കൺട്രോൾ ചെയ്ത് കെടുത്തുന്നുണ്ട്. അധികം താമസിച്ചില്ല ലോഗൻ കോൺഷ്യസ് ആയി വന്നു. റോഗും ഗ്രേയും ഒക്കെ അവരുടെ ആ ജെറ്റിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. കോൺഷ്യസ് ആയി വന്ന ലോഗൻ ഇവിടെ സംഭവിച്ച ഈ കോലാഹലമൊക്കെ കണ്ടിട്ട് നൈസായിട്ട് ജോണിനെ ഒന്ന് തിരിഞ്ഞു നോക്കും. അത് സോറി എണ്ണ പറ്റിപ്പോയി എന്ന മട്ടിലാവനും. എന്ത് ചെയ്യാനാണ് ഈ കൺട്രോൾ ഇല്ലാത്ത കുരുപ്പിനെയൊക്കെ? പിന്നെ നല്ല കൺട്രോൾ ഉള്ള ആളാണല്ലോ അവനെ നോക്കുന്നേ. എന്നാലും മ്യൂട്ടൻസ് എല്ലാം ജെറ്റിൽ കയറി അവരവിടുന്ന് യാത്ര തിരിക്കുവാണ്. ഇനിയിപ്പോൾ നമ്മുടെ ബോബിക്ക് അവൻ്റെ വീട്ടിലോട്ട് തിരിച്ചു ചെല്ലാൻ പറ്റുമോ എന്തോ. പുതിയ ആളെ കണ്ടപ്പോൾ ഇതാരിത് എന്ന് പറഞ്ഞ് നമ്മുടെ ലോകം ചോദിക്കുമ്പോൾ അവൻ, ഹായ് ഞാൻ കർട്ട് വാഗ്നർ. സർക്കസിൽ ഞാൻ അറിയപ്പെടുന്നത് ദ
ഇൻക്രെഡിബിൾ നൈറ്റ് ക്രോളർ എന്നാണ്. കൊള്ളാം, നല്ല പേര് കേട്ടാ. പോട്ടെ വണ്ടി പോട്ടെ. ഇൻട്രൊഡക്ഷനിൽ തന്നെ അപമാനം. പടത്തി മൊത്തം കർട്ടൺ ഇങ്ങനെയാണ്, എവിടെ നോക്ക് കിട്ടോ തിരക്കി പിടിച്ച് അവിടെ ചെന്ന് നോക്ക് വാങ്ങിക്കും. സെയിം ടൈം നമ്മുടെ പ്രൊഫസർ എക്സ് പൂർണ്ണമായും ജെയ്സന്റെ കൺട്രോളിലായി കഴിഞ്ഞു. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കോൺഷ്യസ്നസ് കൺട്രോൾ ചെയ്യുന്നത് ജെയ്സൺ ആണ്. ഇദ്ദേഹം കാണുന്ന കാര്യങ്ങളെല്ലാം ജെയ്സൺ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇദ്ദേഹം നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ അടുത്തായിട്ടൊരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. ആ പെൺകുട്ടിയിലൂടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത്, ആ പെൺകുട്ടിയെ യൂസ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് ഇദ്ദേഹത്തെ കൊണ്ട് സെറിബ്രോ കൺട്രോൾ ചെയ്യിപ്പിക്കാൻ, ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇദ്ദേഹത്തെ എത്തിക്കാനും ഇദ്ദേഹത്തെ കൺട്രോൾ ചെയ്യാനുമാണ് ജെയ്സൺ ശ്രമിക്കുന്നത്. ഇവിടെ ജെറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന മ്യൂട്ടൻസിനൊക്കെ എയർഫോഴ്സ് ഫോളോ ചെയ്തു വരുന്നു. 2 ജെറ്റുകളായിട്ട് വന്ന് ഇവർ എത്രയും വേഗം താഴെ ബേസിലേക്ക് ലാൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുവാണ്. ഇവർക്ക് അങ്ങനെ ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഇവർക്ക് മറ്റു പല ഉദ്ദേശങ്ങളും ഉണ്ട്. പ്രൊഫസർ എക്സിനെ കണ്ടുപിടിക്കണം, സ്കോട്ടിന് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല, ബാക്കിയുള്ള കുട്ടികൾ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് കണ്ടുപിടിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രോം അവളുടെ പവേഴ്സ് യൂസ് ചെയ്ത് പുറകെ വരുന്ന ജെറ്റിന് കറക്റ്റായിട്ട് ഇവരെ ഫോളോ ചെയ്യാൻ പറ്റാത്ത വിധത്തിലാക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എയർഫോഴ്സിലെ ഒരു ജെറ്റിൽ നിന്ന് അതിന്റെ പൈലറ്റിന് ഇജക്റ്റ് ആയി പോകേണ്ടി വരുന്നുണ്ട്. എന്നാൽ പിന്നാലെ വന്ന രണ്ടാമത്തെ ജെറ്റ് ഇവർക്ക് നേരെ 2 മിസൈൽ അയച്ചു. ഇത് നമ്മുടെ ജീൻ ഗ്രേക്ക് മനസ്സിലാക്കാൻ പറ്റി. പുള്ളിക്കാരി ഉടനെ ഉള്ള പവേഴ്സ് യൂസ് ചെയ്ത് മിസൈൽസ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ സമയത്തൊക്കെ ജീൻ വേറൊരു പേഴ്സണായിട്ട് മാറുന്നുണ്ടെന്ന് തന്നെ പറയാൻ കേട്ടോ. കാര്യം പുള്ളിക്കാരുടെ കണ്ണൊക്കെ കണ്ടില്ലേ, ആകെ വേറൊരു തരത്തിലേക്ക് മാറി. എന്തൊക്കെയോ പുള്ളിക്കാരുടെ ഉള്ളിലുള്ള പവേഴ്സ്, അതും ആ ഒരു ലിബർട്ടി അറ്റാക്കിന് ശേഷം പുള്ളിക്കാരിക്ക് വന്ന മാറ്റങ്ങൾ, വീണ്ടും മ്യൂട്ടേഷൻ സംഭവിച്ചുണ്ടായ മാറ്റങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പവേഴ്സാണ് പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇതെന്താ സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ പറഞ്ഞു തരുന്നില്ല, മുന്നോട്ടുള്ള സിനിമയിൽ ആ കഥയ്ക്കനുസരിച്ച് ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് പറഞ്ഞുതരാം. എന്തായാലും 2 മിസൈൽ നശിപ്പിക്കാൻ ഇവളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അതിൽ രണ്ടാമത്തെ മിസൈൽ നശിപ്പിക്കുന്നത് ഇവരുടെ ജെറ്റിന് ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു പോയിന്റ് വെച്ചിട്ടാണ്. ആ സ്ഫോടനത്തിൽ ജെറ്റിന്റെ പുറകുവശം പൊട്ടുകയും അതിലൂടെ നമ്മുടെ റോഗ് തെറിച്ചു പോവുകയും ചെയ്തു. ഉടനടി കേർട്ട് ആക്ട് ചെയ്തു. അവൻ അവന്റെ ടെലിപ്പോർട്ടേഷൻ ശക്തി യൂസ് ചെയ്ത് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന റോഗിനെ പിടിച്ച് വീണ്ടും അവളെ ജെറ്റിനകത്ത് കൊണ്ടുവന്നു. യവൻ കൂടെ ഉള്ളതുകൊണ്ട് അവളെ രക്ഷപ്പെടുത്താൻ പറ്റി. സ്റ്റിൽ പ്രശ്നമുണ്ട്, ജെറ്റിന്റെ കൺട്രോൾ പോയിരിക്കുകയാണ്, ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ വളരെ പെട്ടെന്നായിരുന്നു ജെറ്റിന്റെ തകർന്നു പോയ ഭാഗങ്ങളെല്ലാം വീണ്ടും പഴയ പോലെ ആവുന്നതും ജെറ്റ് കൺട്രോളിലാവുന്നതും. എന്നാൽ ഇവരല്ല കൺട്രോൾ ചെയ്യുന്നത്. ഗസ് ഹൂ? നമ്മുടെ മാഗ്നീറ്റോ. പുള്ളിക്കാരന്റെ കൂടെ മിസ്റ്റേക്കും ഉണ്ട്. ഒടുക്കം കറങ്ങി തിരിഞ്ഞ് ഇവരെല്ലാം മാഗ്നീറ്റോയുടെ മുന്നിൽ വന്ന് വിട്ടു. ഇനിയിപ്പോൾ എന്തൊരു ചെയ്യും? അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഒരു ദിവസം വെയിറ്റ് ചെയ്തേ പറ്റൂ ഗൈസ്. കാരണം ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വന്നപ്പോൾ തന്നെ കുറേ ഡ്യൂറേഷനും കൂടി. ഇനിയിപ്പോൾ റെക്കോർഡ് ചെയ്യാനിരുന്ന ചീവീടുകൾ ചിലക്കുകയും ചെയ്യും. സോ അടുത്ത ദിവസം പരമാവധി വേഗത്തിൽ ഇതിൻ്റെ ബാക്കി പാർട്ട് ഞാൻ കൊണ്ടുവരാം. മിസ്സാവാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോ. ആൻഡ് ഇതുവരെയുള്ള കഥ ഇഷ്ടപ്പെട്ടില്ലേ? എന്താണ് അഭിപ്രായം? ഇത്രയും വിശദമാക്കണോ അതോ സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു പോയാൽ മതിയോ? കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ തന്നെ മാക്സിമം കമൻറ്റ്സ് വന്നാൽ നന്നായിരിക്കും. നമ്മളേതാണ്ട് 1 മില്യണോട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാണ്ട് ഒരു 9,50,000 സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി. എന്തായാലും അവിടെ വരെയൊക്കെ എത്താതെ എവിടെ പോകാൻ. ആൻഡ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ടിട്ടില്ലാത്തവർക്കും അല്ലെങ്കിൽ വീണ്ടും കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ആരെയും ഷെയർ ചെയ്ത് കൊടുത്ത് ബുദ്ധിമുട്ടിക്കാൻ ഞാൻ പറയുന്നില്ല. എന്നാലും ഇതൊക്കെ കാണാനും കേൾക്കാനും അറിയാനും താല്പര്യമുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് തന്നെ ഷെയർ ചെയ്ത് കൊടുത്തു. എല്ലാ വീഡിയോസും ഓർഡറിൽ കാണട്ടെ. അപ്പോൾ ബൈ. ബാക്കിയുള്ള കഥ അടുത്ത ദിവസം.